2011 ഫെബ്രുവരി 24-നാണ് കേരള നിയമസഭ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ നിയമം പാസാക്കിയത്. പ്ലാച്ചിമട പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കെ ജയകുമാർ കമ്മിറ്റിയാണ് ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തത്. 216.26 കോടി രൂപ പ്ലാച്ചിമടയിലെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ജയകുമാർ കമ്മിറ്റി കണക്കാക്കിയത്. 2011 ഡിസംബർ 17-ന് പ്ലാച്ചിമട സമരപ്രവർത്തകർ കൊക്കോകോള കമ്പനി വളപ്പിലേക്ക് മാർച്ച് നടത്തി ആസ്തികൾ പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ സമരത്തെ തുടർന്ന് 22 പേർ അറസ്റ്റിലായി. ഇവർ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചു. അന്ന് VM സുധീരൻ പ്ലാച്ചിമട ബിൽ നിയമമാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് സമരക്കാരെ അറിയിച്ചതിനെ തുടർന്നാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെയും സർക്കാർ ഇടപെട്ടിട്ടില്ല. സർക്കാരിന്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് നിയമലംഘന സമരങ്ങളടക്കം നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ജനങ്ങൾ നേരിട്ട് അധികാരം നടപ്പാക്കിക്കൊണ്ട് കൊക്കോകോളയിൽ പ്ലാച്ചിമടയിലെ ആസ്തികൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള നിയമലംഘന സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്ലാച്ചിമട ജനാധികാര യാത്ര കാസർഗോഡ് സ്വാതന്ത്ര്യ സമര സേനാനി പന്നേലാൽ സുരാന ഉദ്ഘാടനം ചെയ്തു. ജാഥ ഡിസംബർ 12-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.